ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് 1999 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് സ്ഥാപിതമായത്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അഥവാ വട്ടപ്പേരിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ KTU എന്ന് വേണമെങ്കിൽ അറിയപ്പെടും. ഓക്കെ, ഈ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 10 ഏക്കറോളം പരന്നു കിടക്കുന്ന വളരെ പ്രകൃതി സുന്ദരമായൊരു കോളേജാണ് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത്. 10 ഏക്കർ എന്ന് പറയുമ്പോൾ വലിയൊരു ഏരിയ ആണ്. പക്ഷെ വേറുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസും 50 ഏക്കറിന് മുകളിലും 100 ഏക്കറിന് മുകളിലും ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 10 ഏക്കർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ ആണെങ്കിലും ജനറലി പറയുമ്പോൾ 10 ഏക്കർ നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു വലിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെന്താണ് പറയുക, നിങ്ങൾക്ക് എങ്ങനെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റോഡ് മാർഗവും അതുപോലെ തന്നെ റെയിൽവേ മാർഗം അതുപോലെ തന്നെ എയറിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഈ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം 3.6 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. 8 മിനിറ്റ് യാത്രാ സമയം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കോളേജിൽ നിന്ന് ഏകദേശം 600 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കുളങ്ങര ജംഗ്ഷൻ ബസ് സ്റ്റോപ്പാണ് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പ്. അതിലൂടെ നിങ്ങൾക്ക് റോഡ് മാർഗം എത്താവുന്നതാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാവുന്നതാണ്. പിന്നെന്താണ് പറയുക, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ളത്. അതായത് ഏകദേശം 31.4 കിലോമീറ്റർ മാത്രമാണ് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ദൂരം. 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കുറവ് സമയം കൊണ്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഈ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ റാങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഓരോ ഇയറിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യം, അതായത് പാസ് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കുക. പിന്നെ അവിടെ വരുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഗേൾസ് ഹോസ്റ്റൽ അവിടെ അവൈലബിൾ ആണ്, ജിമ്മ്, ലൈബ്രറി, സ്പോർട്സ്, IT ഇൻഫ്രാസ്ട്രക്ചർ, കഫ്റ്റേരിയ, ഓഡിറ്റോറിയം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ലബോറട്ടറീസ് ഒക്കെ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവൈലബിൾ ആണ്. റാങ്കിങ്ങും റേറ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ പോകുന്നത് അവിടുത്തെ പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റസിലേക്കാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും എത്ര സ്റ്റുഡൻസ് അവിടെ പ്ലേസായി ഓരോ വർഷങ്ങളിലും. അവർക്കൊക്കെ കിട്ടിയ ആവറേജ് സാലറി 4.2, 3.50, 3.50 ഒക്കെയാണ്. അവിടെ ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. 12 ലക്ഷം വരെ പോയ വർഷങ്ങളുമുണ്ട് എന്നും പറയുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, 6 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ് ഹയസ്റ്റ് പാക്കേജ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഇത് പല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലും അല്ലെങ്കിൽ പല പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിലെയും ആവറേജ് സാലറി പാക്കേജാണ് ഈ 6 ലക്ഷം എന്നൊക്കെ പറയുന്നത്. അത് ഇവിടെ ഹയസ്റ്റ് പാക്കേജാണ്. അപ്പോൾ സാലറി പാക്കേജ് ഇവിടെ വളരെയധികം സാധാരണഗതിയിൽ കുറവാണ് കിട്ടുന്നത്. എങ്കിലും 12 ലക്ഷം വരെ പോയ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ലക്ക് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുക. ഓക്കെ, ഇവിടെ വരുന്ന ടോപ്പ് റിക്രൂട്ടേഴ്സ്, ഓരോ കമ്പനികളുടെ കാര്യങ്ങളും നമ്മളിത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. L&T ഒക്കെ ഉണ്ടല്ലേ, L&T ഉണ്ട്. നിങ്ങൾക്ക് നോക്കാം ഏതൊക്കെ വരുന്നുണ്ട് എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. പ്ലേസ്മെൻറ്റ് ഇയർലി ട്രെൻഡ്സ്, പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് ഓരോ വർഷം വരുമ്പോഴത്തേക്കും താഴേക്കാണ് വരുന്നതായിട്ടാണ് ഗ്രാഫ് കാണിക്കുന്നത്. ഇനി ഇവിടെയുള്ള ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് നോക്കാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇത് പല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലും ഇല്ലാത്തൊരു കോഴ്സാണ്, എന്നാൽ അത് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിങ്ങും അതും എത്രയാണ്, 1, 2, 3 കോളേജിൽ മാത്രമേ കെമിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ളൂ. അതിലൊന്ന് കോഴിക്കോടാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ,
കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇവിടെ ഇല്ല. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതും സാധാരണഗതിയിൽ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജസിൽ മാത്രമുള്ള ഒരു കോഴ്സാണ്, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളത്. ഓക്കെ, ഇനി 2022 കട്ട് ഓഫുകൾ നിങ്ങൾക്ക് നോക്കാം. ജനറൽ കാറ്റഗറിയിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. വേറെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും മുകളിലുള്ള റാങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ വായിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ക്ലോസിംഗ് റാങ്ക് എന്ന് പറഞ്ഞാൽ 19,646, കെമിക്കൽ എഞ്ചിനീയറിംഗ് 12,015, സിവിലാണെങ്കിൽ 15,601, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ 10,780, EC 7,875, മെക്കാനിക്കൽ 24,961. അപ്പോൾ ഇവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനേക്കാളും ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ECയിലേക്കാണ് കുട്ടികൾ. അവിടെയാണ് ECയിൽ കിട്ടാനാണ് ഏറ്റവും നല്ല റാങ്ക് വേണ്ടത്. 2023 കട്ട് ഓഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് റാങ്കും ക്ലോസിംഗ് റാങ്കും നിങ്ങൾക്ക് കാണാം. നോക്കിക്കോളൂ. കെമിക്കൽ എഞ്ചിനീയറിംഗ് 2022 കാണിക്കുന്നില്ലല്ലേ. 2023 കെമിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് കാണാം, ഓപ്പണിംഗ് റാങ്കും ക്ലോസിംഗ് റാങ്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ കണ്ടോ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും നല്ലൊരു ബ്രാഞ്ചായിട്ട് കാണിക്കുന്നത്. കാരണം അതിൽ കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. 4,993, ക്ലോസിംഗ് റാങ്ക് ആണെങ്കിൽ 8,355. ഇവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ പോലും ഇത്ര പിടിവലി കാണുന്നില്ല. അപ്പോൾ ഏറെക്കുറെ നല്ല കോളേജാണ് നമുക്ക് പറയാമെങ്കിലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടോപ്പ് 10 കോളേജസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ വരുന്നൊരു കോളേജാണ്, ടോപ്പ് 10ൽ വരുന്നൊരു കോളേജാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. പക്ഷേ ടോപ്പ് 10ൽ ഏറ്റവും ഒരുപാട് താഴേക്കല്ല എങ്കിലും ഏറെക്കുറെ ഒരു താഴെ ഭാഗത്ത് തന്നെയാണിത് വരുന്നത്. ഏറ്റവും താഴെ പോകുന്നത് വയനാട്, ഇടുക്കിയൊക്കെയാണ്. ഓക്കെ, പക്ഷേ ഏകദേശം 150 എഞ്ചിനീയറിംഗ് കോളേജസ് കേരളത്തിൽ അവൈലബിൾ ആണ്. അതിൽ ടോപ്പ് 10ൽ വരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ടോപ്പ് 10ലുള്ളൊരു കോളേജാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിങ്ങൾ കോളേജ് തിരഞ്ഞെടുക്കുക. നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, താങ്ക് യു.